എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 66 ശ്ലോകം 11, 12, 13, 14, 15, 16, 17, 18, 19, 20 10 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. എന്റെ ചിഹ്നങ്ങളൊക്കെ നീ മാറ്റണം, ഞാനാണ് ശരിയായ വാസുദേവൻ, അത് സമ്മതമല്ല എന്ന് വെച്ചാൽ എന്നോട് യുദ്ധത്തിന് തയ്യാറായിക്കോളൂ എന്നാണ് ആ ദൂതൻ മുഖേന പൗണ്ഡ്രക വാസുദേവൻ പറഞ്ഞയച്ചത്. ഭഗവാൻ ഒന്ന് ചിരിച്ചു. ദൂതനെ പറഞ്ഞയച്ചിട്ട് സൈന്യസമേതം യുദ്ധത്തിനായിട്ട് പുറപ്പെടണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. പൗണ്ഡ്രകോപിതദുദ്യോഗമുപലഭ്യ മഹാരഥ അക്ഷൗഹിണീഭ്യാം സംയുക്തോ നിശ്ചക്രാമപുരാൽ. അപ്പോ ഭഗവാൻ ഇതാ യുദ്ധത്തിന് വരാൻ തന്നെയാണ് പുറപ്പെട്ടിരിക്കണതെന്ന് ദൂതൻ അവിടെ ചെന്ന് പറഞ്ഞു. അപ്പോ പൗണ്ഡ്രക വാസുദേവൻ 2 അക്ഷൗഹിണി പടകളോട് ചേർന്ന് രാജധാനിയിൽ നിന്ന് വേഗം പുറത്തേക്ക് പുറപ്പെട്ടു. തസ്യ കാശിപതിർമിത്രം പാർഷ്ണിഗ്രാഹോന്വയാൻ നൃപ അക്ഷൗഹിണീഭിത്തിസൃഭി അപശ്യൽ പൗണ്ഡ്രകം ഹരി. പൗണ്ഡ്രകന്റെ ബന്ധുവായിട്ടുള്ള കാശിരാജാവ് ഇതറിഞ്ഞു. അങ്ങനെ 3 അക്ഷൗഹിണി പടകളോട് കൂടിയിട്ടാണ് പൗണ്ഡ്രകന് സഹായമായിട്ട് കാശിരാജാവ് വന്നത്. പൗണ്ഡ്രകൻ 2 അക്ഷൗഹിണി, കാശിരാജാവ് 3 അക്ഷൗഹിണികളോട് കൂടിയിട്ടാണ് വന്നത്. അങ്ങനെ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുമ്പോ കണ്ടു ശ്രീകൃഷ്ണൻ പൗണ്ഡ്രകനെ. ആ രൂപം ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി ഭഗവാൻ ഇങ്ങനെ ചിരി വന്നു. ശരിക്കും ഭഗവാന്റെ പോലെയല്ല എല്ലാ വേഷങ്ങളും കിട്ടിയിട്ടുണ്ട് ആ പൗണ്ഡ്രകൻ. ശങ്കാര്യസി ഗദാശാർഗശ്രീവത്സാദ്യുപലക്ഷിതം ബിഭ്രാണം കൗസ്തുഭമണിം വനമാലാ വിഭൂഷിതം കൗശേയവാസസി പീതേവസാനം ഗരുഡധ്വജം അമൂല്യമൗല്യാഭരണം സ്ഫുരൻ മകരകുണ്ഡലം ദൃഷ്ട്വാതമാത്മന തുല്യവേഷം കൃത്രിമാസ്ഥിതം യഥാ നടം രംഗഗതം വിജഹാസ ഭൃശം ഹരി. ശംഖ, ചക്രം, വാള്, ഗദ, ശാർങ്കം ആയുധങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. പിന്നെയോ ശ്രീവത്സം, കൗസ്തുഭം, വനമാല ഇതെല്ലാം ധരിച്ച് ഒരു പീതാംബരവും ഉടുത്ത് മറ്റേ പീതാംബരവും വേറൊരു പീതാംബരം ഉത്തരീയമായിട്ടും ധരിച്ചു. അങ്ങനെ ഭഗവാന്റെ പോലെ തന്നെ ആ കൊടിയില് ഗരുഡാകൃതി വെച്ചിട്ടുണ്ട്. തേരില് ഗരുഡാകൃതി വെച്ചിട്ടുണ്ട്. ഗരുഡന്റെ ചിഹ്നാണല്ലോ ഭഗവാന്റെ തേരിന്. പിന്നെയോ വിലമതിക്കാൻ കഴിയാത്ത രത്നചകിത കിരീടാണ് ധരിച്ചിരിക്കുന്നത്. ഏറ്റവും തിളങ്ങുന്ന മകരകുണ്ടലങ്ങള് കാതില് ധരിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നോട് സദൃശമായിരിക്കുന്ന ആ വേഷം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൗണ്ഡ്രകനെ വേഷക്കാരൻ വേഷം ധരിച്ച് രംഗത്തിൽ പ്രവേശിക്കുന്നവരോ ഒരു നാടക നടൻ അതേപോലെ വേഷം കിട്ടുന്ന ഭഗവാന്റെ വേഷം അതുപോലെ കണ്ടപ്പോ സാക്ഷാൽ ശ്രീഹരി. ചിരി അടക്കാൻ പറ്റിയില്ല എന്നാ ഭഗവാൻ അങ്ങനെ ചിരിക്കാൻ തുടങ്ങി. എന്തായാലും ഒരു അത്ഭുതം തന്നെ. ശൂലേ ഗദാഭിപരികൈ ശക്തിഷ്ടിപ്രാസതോമരൈ അസിഭിഃ പട്ടിശേർബാണൈ പ്രാഹരൻ നരയോ ഹരി. യുദ്ധം ചെയ്യാനായിട്ട് വന്ന ആ സാക്ഷാൽ ശ്രീകൃഷ്ണനെ എതിർകക്ഷിയായ പൗണ്ഡ്രകന്റെ സഹായികള് ശൂലം, ഗദ, പരിഖം, ശക്തി, വൃഷ്ടി, പ്രാസം, തോമരം, വാള്, പട്ടിശം, ബാണം ഇങ്ങനെയുള്ള ആയുധങ്ങൾ കൊണ്ട് അങ്ങോട്ട് തുര അങ്ങോട്ട് പ്രഹരിക്കാൻ തുടങ്ങി. ഭഗവാന്റെ മേലേക്ക് അങ്ങോട്ട് അസ്ത്രങ്ങളുടെ ഒരു പ്രവാഹമാണ്. കൃഷ്ണസ്തുതൽ പൗണ്ഡ്രക കാശിരാജയോ ബലം ഗജസ്യന്തനവാചി പത്തിമത് ഗദാസി ചക്രേഷു വിരാർദയൽ ഭൃശം യഥായുഗാന്തേ ഹുദഭുക് പൃഥക്
പ്രജാഹ. ഭഗവാനോ ആ ശത്രുക്കളായ പൗണ്ഡ്രകന്റെയും കാശിരാജാവിന്റെയും ചതുരംഗ സൈന്യത്തെ ഗദ, വാള്, ചക്രം, ബാണം ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ പ്രയോഗിച്ച് വളരെ പിന്നെ തുരുതുരാ അവിടെ അതിഭയങ്കരമായിട്ട് തിരിച്ചു. എല്ലാവർക്കും ഭയങ്കര വിഷമായി, എല്ലാവരെയും ദുഃഖിപ്പിച്ചു എന്നാ പറയണത് പൗണ്ഡ്രകന്റെ സൈന്യത്തെ. എങ്ങനെയാണ് യുഗാവസാനത്തില് പ്രജകളെ വെവ്വേറെയായിട്ട് അഗ്നി ദുഃഖിപ്പിക്കുന്ന പോലെ ഓരോരുത്തരുടെ മേലേക്ക് ഇങ്ങനെ അഗ്നി, യുഗത്തിന്റെ അവസാനത്തിലെ ഓരോ എല്ലാവരും അഗ്നി വിഴുങ്ങില്ലേ, അതുപോലെ ഓരോരുത്തരെയും ഇത്ര ഭയങ്കരമായിട്ട് ഓരോരുത്തരെയും ദുഃഖിപ്പിച്ചു. ആയോധനം തത് രഥവാജി കുഞ്ചര ദ്വിവൽഖരോഷ്ട്രൈ അണിമാവ ഖണ്ഡിതൈ. ആയോധനം തത് രഥവാജി കുഞ്ചര ദ്വിവൽഖരോഷ്ട്രൈരണിവാവ ഖണ്ഡിതൈ ബഭൗചിതം മോദവഹം മനസ്സിനാം ആക്രീഡനം ഭൂതപതേരിവോൽബണം. ശത്രുക്കള് അന്യോന്യം ആയുധങ്ങളെ പ്രയോഗിച്ച് ഖണ്ഡിച്ചിരിക്കുന്ന തേര്, കുതിര, ആന, ആള്, കഴുത, ഒട്ടകം ഇതൊക്കെ നിറഞ്ഞിങ്ങനെ കിടക്കുക. അവിടെ എല്ലാവരുടെ തലകളും തേരുകളും അനേകം തേരുകളും മറിഞ്ഞു കിടക്കണു, ആനകള് വീണ് കിടക്കണു, ആളുകള്, കഴുതകള്, ഒട്ടകങ്ങള് ഇതൊക്കെ അങ്ങോട്ട് കണ്ടപ്പോ യുദ്ധവീരന്മാർക്ക് ആണെങ്കിൽ ഇത് സന്തോഷം, ഭീരുക്കൾക്കോ ഭയം. അയ്യോ ഇതങ്ങോട്ട് കാണുമ്പോ അത്രയും കഴുത്ത് മുറിഞ്ഞും കാല് മുറിഞ്ഞും ഒക്കെ അങ്ങനെ കിടക്കുകയാണ് ആളുകളെ. അങ്ങനെ ഭീരുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നതുമായ യുദ്ധക്കളം കൽപ്പാന്തകാലത്തില് ലോകസംഹാരം ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന സംഹാരരുദ്രന്റെ ഭയങ്കരമായ ക്രീഡാസ്ഥാനാണോ എന്ന് തോന്നുമാറ് ശോഭിച്ചു. അത്ര ഭയങ്കരായിരുന്നു രക്തക്കളം. അഥാഹ പൗണ്ഡ്രകം ശൗര്യർ ഭോ ഭോ പൗണ്ഡ്രക യത് ഭവാൻ ദൂതവാക്യേന മാമാഹ താന്യസ്ത്രാണ്യുത്സൃജാമി തേ. ഭഗവാൻ പറഞ്ഞു, ഹേ പൗണ്ഡ്രക, അങ്ങ് യാതൊരു അസ്ത്രങ്ങൾ ഉപേക്ഷിക്കണം എന്ന ദൂതൻ മുഖാന്തരം എന്നോട് പറഞ്ഞു പോ. ആ അസ്ത്രങ്ങള് അതാ നിന്നെ വധിക്കാനായിക്കൊണ്ട് ഞാനിതാ നിന്റെ നേർക്ക് തന്നെ വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അസ്ത്രം പ്രയോഗിക്കുന്നത്. ത്യാജയിഷ്യേഭിധാനം മേ യത്വയാജ്ഞ മൃഷാധൃതം പ്രജാമി ശരണം തേദ്യ യദി നേച്ഛാമി സംയുഗം. ഹേ മൂഢ, നീ ലോകത്തെ വഞ്ചിക്കാനായി ധരിച്ചിരിക്കുന്ന നാമത്തെ ഇപ്പൊ നിന്നെ കൊണ്ട് ഞാൻ ഉപേക്ഷിപ്പിക്കും. നിന്നെ ഞാൻ ശരണം പ്രാപിക്കണം എന്ന് നീ ദൂതനോട് പറഞ്ഞു വെച്ചല്ലോ. നിന്നോട് യുദ്ധം ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുമ്പോ ഞാൻ നിന്നെ ശരണം പ്രാപിക്കാം. ഇപ്പോഴേ ഞാൻ യുദ്ധത്തിന് തന്നെയാ വന്നിരിക്കണത്, ശരണം പ്രാപിക്കാനല്ല എന്ന്. അങ്ങനെ ഇതാ ഭഗവാൻ പൗണ്ഡ്രകനെ വധിക്കാനായിട്ട് പുറപ്പെടുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.